നിങ്ങളുടെ കിച്ചൺ ഹാങ്ങിങ് ഇതുപോലെയാണോ? ഒരുപാട് കറ പിടിച്ച് കരിയും പുകയൊക്കെ കൊണ്ടിതാ ഈ ഒരു അവസ്ഥയിലുണ്ടോ? എങ്കിലും നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ മാസത്തിൽ 2 പ്രാവശ്യം ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ എത്ര ക്ലീൻ ചെയ്താലും കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നമ്മൾ വീട്ടിലെ ചട്ടിയും കലമൊക്കെ പിടിക്കാൻ തുണികൾ ഉപയോഗിക്കും. ആ ഒരു തുണി തൂക്കിയിടാനാണ് ഇതാ ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഫിറ്റ് ചെയ്തത്. പക്ഷേ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുപ്പുള്ള സൈഡിലാണ് ഞാൻ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്തത്. ശരിക്കും അടുപ്പില്ലാത്ത നേരെ ഓപ്പോസിറ്റ് സൈഡ് എനിക്ക് ഫിറ്റ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ തുണി അവിടെ വിരിച്ചിടുന്ന സമയത്ത് അത് പെട്ടെന്ന് ആളുകളുടെ കണ്ണിലുടക്കും. അതുകൊണ്ടാണ് ഇത് ഒരു ഉൾഭാഗത്തേക്ക് ഞാൻ ഫിറ്റ് ചെയ്യിപ്പിച്ചത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ, കരിയും പുകയും കണ്ടിട്ട് കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ക്ലീൻ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നന്നായിട്ട് സ്ക്രബ്ബറൊക്കെ ഇട്ട് ഒരതി അങ്ങനെ പോക്കണം. ഞാൻ ഒരുപാട് കെമിക്കൽസും നമുക്കിന്ന് മാർക്കറ്റുകളിൽ നിന്ന് ഒരുപാട് ക്ലീനറുകൾ അവൈലബിൾ ആണ്. അതെല്ലാം വാങ്ങിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാറ്. പക്ഷേ ഈയിടെയായിട്ട് ഞാൻ അതിൻ്റെ ആ രീതികളൊക്കെ മാറ്റി വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തുച്ഛമായ ഒരു പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സംഭവം ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാൻ കഴിയും. നിങ്ങൾ കണ്ടില്ലേ, ഇത് നമ്മൾ തുണിയൊന്നും ഇടുന്ന സമയത്ത് കാണില്ല. പക്ഷേ ഈ ഒരു ടൈലിൻ്റെ മുകളിൽ നിറച്ചും പുക പിടിച്ചിരുന്നു. അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കമ്പി നമുക്ക് എപ്പോഴും ഊരിയെടുക്കാൻ പറ്റില്ല. ഊരിയെടുത്ത് ക്ലീൻ ചെയ്തതാണെങ്കിൽ നമുക്ക് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതുമാത്രമല്ല, അടുപ്പിൽ നിന്ന് ചൂട് തട്ടുമ്പോൾ ആ ഒരു അഴുക്ക് നനവാർന്നിട്ട് ഇതങ്ങനെ താഴോട്ട് ഒലിച്ചിറങ്ങും. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ, സബീന പൗഡർ. ഒരുവിധം എല്ലാ വീടുകളിലും ഇതുണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 16 രൂപയാണ്. വെറും 16 രൂപ, 450 ഗ്രാം ഉണ്ട് ഒരു പാക്കറ്റ്. അത് നമുക്കൊരു 2 സ്പൂണോളം ആവശ്യമുണ്ട്. ഇതിപ്പം എനിക്ക് അടുപ്പും കൂടി ക്ലീൻ ചെയ്യാനുള്ളത് കൊണ്ട് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. സബീന പൗഡറിനെ ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരുവിധം എല്ലാ വീടുകളിലും ഈ ഒരു പൗഡർ വാങ്ങാറുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മളിത് പാത്രങ്ങൾ കഴുകാനായിരുന്നു കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. സബീന പൗഡറിൻ്റെ ഒരു 3 വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അടുപ്പ്, അതുപോലെ ചെരുപ്പ്, അതുപോലെ ബാത്റൂം, ഈ 3 കാര്യങ്ങളും ക്ലീൻ ചെയ്യാൻ ഞാൻ ഈ ഒരു പൗഡറാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറ്. ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു സൈഡിൽ ഒഴിച്ച് കൊടുക്കുക, മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കരുത്. അതിനുശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹാങ്ങിങ് കഴുകുന്നത് കേട്ടോ. കണ്ടോ, നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട്. നമുക്ക് സ്ക്രബ്ബറൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ഒരുതാൻ കഴിയില്ല. കാരണം കൈ അതിൻ്റെ മുകളിൽ കുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ആ ഒരു സബീന പൗഡറിൽ മുക്കിയതിന് ശേഷം നന്നായിട്ട് ഉരച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, നന്നായിട്ട് പോകുന്നുണ്ട്. സാധാരണ ഞാൻ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉരതി എടുക്കാറായിരുന്നു. പക്ഷേ കൈ നന്നായിട്ട് വേദനിക്കും. ഇതിപ്പോൾ നമുക്ക് പറ്റില്ലെങ്കിൽ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവരോടൊക്കെ പറഞ്ഞാൽ അവർക്കൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ഉരച്ച് കൊടുക്കുക. കണ്ടില്ലേ, കറകളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കറ പിടിക്കുന്നത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഡെയിലി ക്ലീൻ ചെയ്താൽ പോരെ എന്നുള്ളത്. പക്ഷേ ഡെയിലി നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളും ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളില്ലേ. അപ്പം ഇതൊക്കെ നമ്മൾ വിചാരിക്കും എന്താ 1-2 ദിവസം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കും. 1-2 ദിവസം എന്നുള്ളത് പിന്നെയും മുന്നോട്ട് പോകും. ഇതൊക്കെ കണ്ടോ, ആ ഒരു കറ അടുപ്പിൻ്റെ ചൂട് പറ്റുന്ന സമയത്ത് നേരെ താഴോട്ട് ടൈലിൻ്റെ മുകളിൽ കൂടെ താഴോട്ട് ഒലിച്ച് വരും. അപ്പം സമയമുള്ള സമയത്ത് അതങ്ങ് തുടച്ച് വിടും. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെക്കും. 2 4 4 5 5 10 അങ്ങനെ മുന്നോട്ട് പോകും കേട്ടോ. പിന്നെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു അത്ര വലിയ ക്വാളിറ്റി ഉള്ളതല്ല. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് വലുതെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്രയും വലുത് വേണ്ട, ജസ്റ്റ് ഒരു 2 തുണി തൂക്കിയിടാനുള്ളതല്ലേ, ചെറുത് മതി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, സബീന പൗഡർ നിങ്ങൾ ഒരുപാട് നനച്ച് വെള്ളം പോലെ ആക്കരുത്. ജസ്റ്റ് ഒരു തുള്ളി വെള്ളം ഇറ്റിക്കാനേ പാടുള്ളൂ. എന്തായാലും നമ്മുടെ ഹാങ്ങിങ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ സബീന പൗഡർ ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അടിപൊളി പൗഡറാണ്. നമുക്ക് ചെമ്പ്, പാത്രങ്ങൾ, അതുപോലെ കരി പിടിച്ച ചെമ്പുകൾ എല്ലാം അത് വെച്ചിട്ട് തേച്ചാൽ നന്നായിട്ട് ക്ലീൻ ആവും. അതുപോലെ ബാത്റൂം, അടുപ്പിൽ പിടിച്ച് കിടക്കുന്ന കറകൾ, അതുപോലെ ചെരുപ്പ് എല്ലാം നന്നായിട്ട് ക്ലീൻ ആവും. അതിൻ്റെ വില വരുന്നത് 16 രൂപയാണ്. ഞാൻ മുന്നേ പറഞ്ഞു 450 ഗ്രാമിന് 16 രൂപയാണ് കേട്ടോ. അത് നമുക്ക് ഒരുപാട് ഉപയോഗിക്കാനുണ്ടാവും. ആ ഒരു പൗഡർ നിങ്ങൾ വാങ്ങുക, എന്നിട്ട് ഒരു ബോട്ടിലിട്ട് വെക്കുക. ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ക്ലീൻ ചെയ്യുക. ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈക്ക് ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല.
ഇതുപോലെ കറകളൊക്കെ എന്തെങ്കിലും സ്ക്രബ്ബറൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും ലിക്വിഡൊക്കെ ഒറ്റിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഉരച്ച് കഴുകും. അപ്പോൾ നമ്മുടെ ഷോൾഡറിനൊക്കെ ഭയങ്കര പെയിനായിരിക്കും. ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതുപോലെ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പം ഇതാണ് ഹാങ്ങിങ്. ഇനി 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും. പക്ഷേ സാരമില്ല, നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണ്.